ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായ PSC ആസ്ഥാനം ഇന്ന് ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. വ്യാപകമായ പിൻവാതിൽ നിയമനങ്ങളും മാർക്ക് ദാനങ്ങളും നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ഓഫീസിലേക്ക് ഇരച്ചുകയറി. സുരക്ഷാസേനയുടെ പ്രതിരോധ നിര ഭേദിച്ച് നേതാക്കൾ അകത്തേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തരംഗമാകുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളാണ് ഈ പ്രതിഷേധത്തിന് പ്രധാനമായും തീ പകർന്നത്. എഴുത്തു പരീക്ഷയിൽ വെറും 27 മാർക്ക് മാത്രം ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിൽ 100% മാർക്കും നൽകി നിയമിക്കാൻ തീരുമാനിച്ചതിനു പിന്നിൽ മുൻ LDF സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. പ്രതിപക്ഷത്തിന് കൃത്യമായൊരു മറുപടി പോലും പറയാനാകാത്ത വിധം ശക്തമായ തെളിവുകളുമായാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരവും പ്രതിഷേധക്കാർ പുറത്തുവിടുന്നുണ്ട്. PSCയുടെ 300ഓളം പരീക്ഷകളുടെ ഉത്തരക്കടലാസുകൾ കത്തിച്ചു കളയാൻ അധികൃതർ തീരുമാനിച്ചതിന് പിന്നിൽ അഴിമതിയുടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. PSC ചെയർമാന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും അഴിമതിക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ടു പോകും. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾക്കായി യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് മുൻപുയർത്തിയ വിഷയങ്ങൾ കൂടിയാണ് ഇപ്പോൾ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി തെരുവിലേക്ക് പടരുന്നത്. ആ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ വിജയമായി കൂടിയാണ് ഈ പ്രതിഷേധത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പോലീസിനെ വെട്ടിച്ച് ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുന്ന ആ നാടകീയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഉത്തരക്കടലാസ് കത്തിച്ച് തെളിവുകളെല്ലാം നശിപ്പിച്ച് കേസെല്ലാം അട്ടിമറിച്ച് ചെയർമാനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എവിടെ PSC ചെയർമാൻ? PSC ചെയർമാൻ? പ്രതിഷേധം കോൺഗ്രസിൻ പ്രതിഷേധം. വിദ്യാർത്ഥികളെ അഴിമതിയാണ്. PSCയിൽ അഴിമതിയാണ്. നിയമനമാണ്.
എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 27 മാർക്കുള്ള ഒരാളെ പൂർണ്ണ അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി 20 അല്ലെങ്കിൽ പരിപൂർണമായി അഭിമുഖ പരീക്ഷയിൽ 100% മാർക്ക് കൊടുത്തുകൊണ്ട് വെറും 20 എഴുത്തു പരീക്ഷയിൽ 27 മാർക്ക് മേടിച്ച ഒരാളെ പ്രൊഫസറാക്കാൻ PSC തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രൊഫസറെ നിയമിക്കുമ്പോൾ ഒരു നിയമനം നൽകുമ്പോൾ കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി അതിനേക്കാൾ നല്ലൊരു യോഗ്യതയുള്ള ആളില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് PSC പെരുമാറേണ്ടത്. 27 മാർക്കുള്ള ഒരാളെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗുണവുമില്ലാത്ത ആളുകളെ ഇതിനകത്ത് നിയമിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളെല്ലാവരും വിചാരിച്ചു പിണറായി വിജയൻ ബാക്കി വകുപ്പുകളിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടക്കുന്നത് എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടായി. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടന്നത് PSCയിലാണ്. എന്തിനാണോ പിൻവാതിൽ നിയമനത്തിന് തടയുന്നതിന് വേണ്ടിയാണ് PSC രൂപീകരിക്കപ്പെടുന്നത്. അതിനുപോലും ഘടകവിരുദ്ധമായി പിൻവാതിൽ നിയമനം ഊർജിതമായി ഇവിടെ നടക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച കേരളത്തിന്റെ ഏറ്റവും വലിയ യുവജന വഞ്ചനയ്ക്ക് നേതൃത്വം കൊടുത്തോണ്ട് PSC ബോർഡും ചെയർമാനും മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി ഇതിനകത്തേക്ക് കയറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സൂചനാ സമരം നടത്തിയാണ്. ഇതിന്റെ മാർച്ച് ഇതിന് മുന്നിൽ നടത്തിയതാണ്. അന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത്തരത്തിൽ ചെയർമാൻ ഏകപക്ഷീയമായി ഇവിടുത്തെ അന്വേഷണങ്ങളെ അട്ടിമറിച്ച് കുറ്റക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് പിൻവാതിൽ നിയമനം കൂടുതൽ ശക്തിയായി നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്താൽ ആ ചെയർമാനെ തെരുവിൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് അന്ന് പറഞ്ഞാണ്. നമുക്കറിയാം, ആ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ചെയ്തതെന്താണ്? 620ഓളം വരുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പറുകൾ കത്തിച്ചു കളയാൻ വേണ്ടി ഒരു ഉത്തരവിടുകയാണ്. ഏറ്റവും വിചിത്രമായ ഉത്തരവല്ലേ? നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ഏറ്റവും സുതാര്യമായി കേരളത്തിലെ തന്നെ രാജ്യത്തെ തന്നെ മാതൃകാപരമായി മുമ്പോട്ട് പോയൊരു സ്ഥാപനം, ഏറ്റവും സുതാര്യമായി പ്രവർത്തിച്ച സ്ഥാപനം, ആ സ്ഥാപനം ഒരു തീരുമാനമെടുക്കുകയാണ്, ഉത്തരക്കടലാസുകൾ കത്തിച്ചു കളയുക. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് അത്തരമൊരു തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നത്. അത് കത്തിക്കാൻ തീരുമാനമെടുത്തതോടുകൂടി തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി അത് തെളിവുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഉത്തരക്കടലാസുകൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ പോലും കൊടുക്കാത്ത സാഹചര്യത്തിലേക്ക് PSC കടന്നുപോയി നമ്മളെല്ലാവരും കണ്ടതാണ്. അവസാനം വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു, വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അവർ ചോദിക്കുന്ന ഉത്തരക്കടലാസുകൾ നിയമപരമായി നൽകാൻ ബാധ്യസ്ഥരാണ്, അതുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഉത്തരക്കടലാസ് കത്തിക്കാൻ വേണ്ടി ഒരു ഉത്തരവിടുന്നത്. എത്ര വിചിത്രമായ സംഭവമാണ് ഇത്! കേരളത്തിലെ യുവജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരവുമായി യൂത്ത് കോൺഗ്രസ് കടന്നു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്ന് എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ 27 മാർക്കുള്ള ഒരാളെ പൂർണ്ണ അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി 20 അല്ലെങ്കിൽ പരിപൂർണമായി അഭിമുഖ പരീക്ഷയിൽ 100% മാർക്ക് കൊടുത്തുകൊണ്ട് വെറും 20 എഴുത്തു പരീക്ഷയിൽ 27 മാർക്ക് മേടിച്ച ഒരാളെ പ്രൊഫസറാക്കാൻ PSC തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് പ്രൊഫസറെ നിയമിക്കുമ്പോൾ ഒരു നിയമനം നൽകുമ്പോൾ കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി അതിനേക്കാൾ നല്ലൊരു യോഗ്യതയുള്ള ആളില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് PSC പെരുമാറേണ്ടത്. 27 മാർക്കുള്ള ഒരാളെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗുണവുമില്ലാത്ത ആളുകളെ ഇതിനകത്ത് നിയമിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളെല്ലാവരും വിചാരിച്ചു പിണറായി വിജയൻ ബാക്കി വകുപ്പുകളിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടക്കുന്നത് എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടായി. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടന്നത് PSCയിലാണ്. എന്തിനാണോ പിൻവാതിൽ നിയമനത്തിന് തടയുന്നതിന് വേണ്ടിയാണ് PSC രൂപീകരിക്കപ്പെടുന്നത്. അതിനുപോലും ഘടകവിരുദ്ധമായി പിൻവാതിൽ നിയമനം ഊർജിതമായി ഇവിടെ നടക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന PSC ചെയർമാന്റെ അടക്കം ഡ്രൈവറിന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകുകയാണ്. ദേശാഭിമാനി പത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നിയമനം നൽകുകയാണ്. അങ്ങനെ ഇഷ്ടക്കാർക്ക് മാർക്കുകൾ വാരിക്കോരിക്കൊണ്ട് ഉത്തരക്കടലാസുകൾ അട്ടിമറിച്ചുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ മൂല്യനിർണ്ണയം പൂർണ്ണമായി നടത്താതെ കുഫോസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ നിയമനം നടക്കുന്നതിന് വേണ്ടി PSC തീരുമാനമെടുക്കരുത്. നിങ്ങൾ കുഫോസിലെ നിയമനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഫിഷറീസ് അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് 44 പേരെ PSC വഴി നിയമിച്ചു. ആ 44 പേരിൽ 38 പേരും ആ കുഫോസ് സർവകലാശാലയിലുള്ള ഉദ്യോഗാർത്ഥികളാണ്, അവിടെ പഠിച്ചവരാണ്. അതെന്താ അത് യാദൃശ്യമായി കാണാൻ കഴിയുമോ? അതത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയുമോ? ഇവിടെ നിങ്ങൾ നോക്കൂ, കുഫോസിലെ അല്ലെങ്കിൽ ആ നിയമനവുമായി ബന്ധപ്പെട്ട് ചോദ്യ പേപ്പർ തയ്യാറാക്കിയത് ആരാണ്? കുഫോസിലെ അധ്യാപകരാണ്. എഴുത്തു പരീക്ഷയ്ക്ക് മേൽനോട്ടം നൽകുന്നത് കുഫോസിലെ അധ്യാപകരാണ്. അതുപോലെ തന്നെ പിന്നെ ഇന്റർവ്യൂ നടത്തുന്നത് കുഫോസിലെ അധ്യാപകരാണ്. അപ്പൊ എല്ലാം കുഫോസിന് വിട്ടുകൊടുത്തുകൊണ്ട് PSCക്ക് എന്ത് പണിയാണ് ഇവിടെയുള്ളത്? PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇവിടെ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു PSC ചെയർമാനെ തെരുവിൽ തടയുമെന്ന് പറഞ്ഞു. അത് കാരണമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് PSC ചെയർമാൻ ബോർഡ് മറച്ചുകൊണ്ട് ഇതിനകത്തേക്ക് കയറി വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു. അതിന് അദ്ദേഹത്തിന് ശീലമാക്കേണ്ടി വരും. ഈ PSC ചെയർമാന്റെ ബോർഡ് വെച്ചുകൊണ്ട് PSC ചെയർമാനെ തെരുവിലിറങ്ങാൻ കഴിയാത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. തലയിൽ മുണ്ടിട്ട് നടക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. ഇങ്ങനെ അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം എന്തായിരുന്നു? നമുക്കറിയാം, ഇതിന്റെ അന്വേഷണം ഉത്തരവാദിത്വം കൺട്രോളർ ഓഫ് എക്സാമിനേഷനെ PSC ചെയർമാൻ ഏൽപ്പിക്കുകയാണ്. പരീക്ഷ നടത്തിപ്പിലാണ് ഇവിടെ പിഴവ് സംഭവിച്ചത്.
പരീക്ഷാ നടത്തിപ്പിൽ പിഴവ് സംഭവിച്ചപ്പോൾ ആ പിഴവ് ആരാണ് നടത്തിയത്? അദ്ദേഹത്തിനാണ് അന്വേഷണ ചുമതല കൊടുക്കുന്നത്, പരീക്ഷാ കൺട്രോളർക്ക്. അവസാനം സമരം നടത്തിയപ്പോൾ അന്ന് തന്നെ മാറ്റി പറയേണ്ടത് അല്ലെങ്കിൽ വിജിലൻസിന് വേണ്ടി വിജിലൻസ് അന്വേഷിക്കാൻ ഉത്തരവിടേണ്ട ഗതി വരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് യൂത്ത് കോൺഗ്രസിന്റെ സമരം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിശക്തമായ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ യുവജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനി ഒരു ചോദ്യം ഡിവൈഎഫ്ഐക്കാരോടാണ്. എവിടെ ഡിവൈഎഫ്ഐ, എവിടെ CPM? കേരളത്തിൽ ഇത്രയധികം യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയിട്ട് ഡിവൈഎഫ്ഐയുടെ പണി എന്താണ്? ഡിവൈഎഫ്ഐക്കും SFIക്കും ഒരിക്കലും സമരരംഗത്ത് കടന്നു വരാൻ കഴിയില്ല. PSCക്കെതിരെ സമരം ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന വിവാദ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് ആരാണ്? റഹീമിന്റെ ഭാര്യ ഇതിനകത്തുണ്ട്. ഷിജു ഖാന്റെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഷിജു ഖാന്റെ ഭാര്യ ഇതിനകത്തുണ്ട്. CPM നേതാക്കളുടെ അടക്കമുള്ള ഭാര്യമാർ ഈ PSC റാങ്ക് ലിസ്റ്റിൽ കയറി വന്നത് യാദൃശ്ചികമാണോ? അത് നിഷ്കളങ്കമാണോ? അതല്ലെങ്കിൽ അത് ഓർഗാനിക്കായിട്ട് സംഭവിച്ചതാണോ? ഒരിക്കലുമില്ല. ഇതിനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ പിൻവാതിൽ അട്ടിമറി ഇതിനകത്ത് നടക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് അതിശക്തമായി പറയുന്നത്. അതുകൊണ്ട് ഡിവൈഎഫ്ഐയും ഈ പറയുന്ന SFIയും പണി നിർത്തി വീട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഭരിക്കുന്നത് നമ്മളാണ്, UDF ആണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് UDF ഭരിക്കുമ്പോഴും ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇനി ഞങ്ങളെ ഉള്ളൂ സമരം ചെയ്യാൻ എന്ന ബോധ്യത്തിലാണ്. ഒരു ഡിവൈഎഫ്ഐക്കാരനെ മരുന്നിന് പോലും കാണാനില്ല. അപ്പോൾ അതിശക്തമായ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ഉയർത്തിപ്പിടിക്കും. നിഷ്പക്ഷമായ നീതിപൂർവമായ പരീക്ഷ ഇതിനകത്ത് നടക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും. ജീവനക്കാരാണ് ഞങ്ങളെ മർദ്ദിച്ചത്. ഞങ്ങൾ വളരെ ഗേറ്റ് നമ്മൾ തള്ളി തുറന്നതല്ല, തുറന്ന ഗേറ്റായിരുന്നു. അതിനകത്തൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇതിനകത്ത് വന്നു. എന്താ ഇവിടെ കേരളത്തിൽ സമരം നടത്താൻ പാടില്ലേ? മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ? PSCയിലടക്കം ഇത്രയും വലിയ അഴിമതി ആരോടെ മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് സമരം ചെയ്യാതിരിക്കുന്നത്? വളരെ ന്യായമായ സമരം ചെയ്തപ്പോൾ അകാരണമായാണ് പോലീസുകാർ പിടിച്ചു വലിക്കുന്നത്, തള്ളുന്നത്. അങ്ങനെ ദേഹോപദ്രവം ചെയ്യാനൊന്നും അവരെ ആരും ഏൽപ്പിച്ചിട്ടില്ല. സെക്യൂരിറ്റി ഗാർഡിന്റെ പണി എന്ന് പറയുന്നത് തല്ലാനുള്ള പണിയല്ലല്ലോ. ഞങ്ങളെ തല്ലി, അതാണ് ഇവിടെ നടന്നത്. അത് പ്രതിരോധിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഇവിടെ ആരെയാണ് തടയുന്നത്? ഞങ്ങളെയാണ് ഇവർ തടയേണ്ടത്. ഇവിടെ കള്ളന്മാരെ കയറ്റിയിരുത്തിയിട്ട് ഞങ്ങളെ തടഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ പിൻവാതിൽ നിയമനം വഴി കയറിയവരെ എടുത്ത് വെളിയിലാക്കണ്ടേ? PSC ചെയർമാന്റെ ഡ്രൈവറിന്റെ ഭാര്യ ഇതിനകത്ത് ജോലിയല്ലേ? ഈ തന്റെ ഇടമുള്ള സെക്യൂരിറ്റിക്കാർ അവരെ പിടിച്ച് വെളിയിലാക്ക്. ഇവിടെ നടത്തേണ്ടത് അതാണ്. ശക്തമായ അന്വേഷണം നടത്തുക. ഞങ്ങൾ ഇനിയും ശക്തമായ സമരം നടത്തും. മുമ്പോട്ട് ഒരു തർക്കവുമില്ല.